എല്ലാവർക്കും നമസ്കാരം. സുഖം വിചാരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മളിൽ ചില ആളുകളൊക്കെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും. കൂടുതലും ന്യൂസ് ചാനലുകളും പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അതിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഗുരുവായൂർ ഒരു നമ്മളൊരു സഹോദരൻ ഒരിക്കൽ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. വട്ടിപ്പലിശക്കാരിൽ നിന്ന് പണം എടുത്തതിൻ്റെ എന്താ പറയുക, ഇരട്ടിക്കരട്ടി അടച്ചു തീർത്തു. പിന്നെയും ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ എന്താ പറയുക, ഇക്ക ആത്മഹത്യ ചെയ്തു. മക്കളെ മുന്നിലിട്ടൊക്കെ തല്ലുക, വേണ്ടാത്ത വിളിച്ചു പറയുക, മാനസികമായി പീഡിപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ ഇനിയും ബാക്കിയുള്ള നമ്മുടെ ഈ ലോകത്ത് നിന്ന് മനസ്സോടെ അയക്ക യാത്രയാണ്. അതിനാരൊക്കെയാണ് ഉത്തരവാദികൾ എന്ന് പറയുന്നത്? ഒന്ന് നമ്മളെ കേരള ഗവൺമെൻറ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ ഒരു നിയമം കൊണ്ടുപോകും. നിയമം നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ അത് കുറച്ചും കൂടെ ശക്തമാക്കും. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഈ വട്ടിപ്പലിശയ്ക്ക് എടുത്തിട്ട് ആളുടെ ജീവൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ആൾ ആരാണോ ആ ആൾക്കെതിരെ തക്കതായ ശിക്ഷ കൊടുക്കുക. ഒരുപാട് കുടുംബാംഗങ്ങളെ തെരുവിലിറക്കിയ ആളുകളാണ് ഇവർ. അവരെ മോൻ ന്യൂസിലൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അവരെ മുന്നിൽ വെച്ചിട്ടൊക്കെ അവരെ ആൾക്കാരെ തല്ലി എന്നൊക്കെ. പക്ഷേ ഇതിനൊരു എന്താ പറയുക, എന്നത്തെ പോലെ ഒരു ന്യൂസായിട്ട് കണ്ടിട്ട് ഇത് എഴുതി തള്ളും. അത് 100% ഉറപ്പാണ്. പക്ഷേ ആ ഒരു ന്യൂസ് കണ്ടിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരാളെ കയ്യിൽ പലിശയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ രേഖകൾ നിങ്ങളെ കയ്യിലുണ്ടാവുക. വോയിസ് റെക്കോർഡായിട്ടും പിന്നെ അതേപോലെ മെസ്സേജുകളായിട്ടും ഒക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുക. കാരണം എപ്പോഴാണ് നമ്മളുടെ ജീവൻ ആപത്തിലാവുക എന്ന് പറയാൻ പറ്റില്ല. പ്രോത്സാഹിപ്പിക്കല്ല, വട്ടിപ്പലിശയ്ക്ക് എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കല്ല, ഒരിക്കലും എടുക്കരുത്. പക്ഷെ നിവൃത്തികേടുകൊണ്ട് നമ്മളൊക്കെ എടുത്തു പോകും. കാരണം നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രം. അതുപോലെ തന്നെ മറ്റൊരു ആളെന്നോട് പറഞ്ഞത്, ഒരു ലേഡി എന്നോട് പറഞ്ഞത്, ഞാൻ പലിശയ്ക്ക് എടുത്തുകൊണ്ട് 50,000 രൂപയാണ് അവർ പലിശയ്ക്ക് എടുത്തത്. 50,000 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് അവർക്ക് അത് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മാസം 5,000 രൂപ വെച്ചിട്ട് അവരടയ്ക്കുന്നുണ്ട്. 5,000 രൂപ വെച്ചിട്ട് തുടർച്ചയായിട്ട് ആ ഡേറ്റ് വരുമ്പോൾ അടയ്ക്കുന്നുണ്ട്. ഒരു ദിവസം വിളിച്ചിട്ട് അവരോട് പറയാണ്, അടുത്ത മാസം മുതൽ 7,500 രൂപയാണ് 50,000-ന് എന്ന് വിളിച്ച് പറയണം അവരോട്. ഒരു മാസം പെട്ടെന്ന് പലിശ കൂട്ടി 5,000 എന്നുള്ളിടത്ത് 7,500 രൂപ, 50,000 രൂപ എടുത്തതിന് 7,500 രൂപ അടയ്ക്കണമെന്ന്. എങ്ങനെ സാധിക്കും? അത് എൻ്റെ മുഖം കാണില്ലല്ലേ, അതെങ്ങനെ സാധിക്കും? 7,500 രൂപയാണ് 50,000 രൂപയിലോട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാ, അത് എന്നെക്കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു തുകയല്ല, 5,000 രൂപേൻ്റെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ
മറ്റേതെങ്കിലും തരത്തിലായിരിക്കും പിന്നെ അവർ പകരം വീട്ടുക. പിന്നെ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഫോണിലൂടെ ഞാൻ പറഞ്ഞവരോട് ഫോൺ റെക്കോർഡ് ഉണ്ട്, ആ റെക്കോർഡ് ഓണാക്കിയിട്ട് വെക്കുന്നത്. ഓണാക്കിയിട്ട് നിങ്ങൾ വെക്കും ഫോൺ റെക്കോർഡ്. നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കേൾപ്പിച്ചു കൊടുക്കും, ഒരു പരാതി കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ ഈ പരാതി കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ എന്നെ കാണാൻ ജീവനോടായിരിക്കില്ല, ഇവർ അത്രയ്ക്ക് ടോർച്ചറിങ് കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ഇതിൽ. ആരും വിട്ടുന്നില്ല എന്നുള്ളൂ, ആരും വിട്ടുന്നില്ല. പ്രതികരിക്കാം, വേറൊരു വഴിയില്ല. ഈ പറഞ്ഞ ഞാനും പലിശക്ക് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ്, അല്ലാന്ന് പറയുന്നില്ല. നിവർത്തിക്കേടോണ്ടാണ് പലിശക്ക് എടുക്കുന്നത്. ഒരു മൊത്തം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെയും പലിശ വേണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളാണ് നമ്മളെ കൂടെ പലിശക്കാരായിട്ട് വരുന്നത്. എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു വർക്കാണ് പലിശയ്ക്ക് കൊടുക്കുന്നത്. സത്യം, ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരെണ്ണത്തിന് പോലും നമ്മളെ ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. മറ്റുള്ള ആളുകളുടെ ജീവൻ അവർ പിഴിഞ്ഞെടുക്കുകയാണ്. അവരവരുടെ കുടുംബത്തേക്ക് കൊണ്ടുപോകുന്ന പൈസ ഇതിനു വേണ്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് കൊടുത്താൽ അത് മതിയോ, അത് പോരാ, പിന്നെ വേണം. എല്ലാവരും പ്രതികരിക്കുക. ഇത് ആ രണ്ട് വ്യക്തികൾക്ക് വന്ന അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്കും വരാം, എനിക്കും വരാം. ശ്രദ്ധിക്കലാണ്.